അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, പാവങ്ങളെ സഹായിക്കുന്നവര്, യതീമീങ്ങളെ സഹായിക്കുന്നവര്, രോഗികളെ സഹായിക്കുന്നവര്, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പുന്നവര്, ക്യാൻസർ രോഗം പിടിച്ച് കിടക്കുന്നവരെ സഹായിക്കുന്നവര്, വീടില്ലാത്തവരെ സഹായിക്കുന്നവര്, ഒന്നുമില്ലാത്ത പാവപ്പെട്ടവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്നവര്. അല്ലാഹു പറയുകയാ, നിനക്ക് രണ്ട് പ്രതിഫലം നിനക്ക് രണ്ട് പ്രതിഫലമാണുള്ളത്. ഈ നന്മയ്ക്ക് കൂട്ടി നിൽക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖമത്വരീറാ فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന രണ്ട് പ്രതിഫലം അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സദക്ക കൊടുക്കാൻ പറയുമ്പോ എല്ലാവർക്കും വല്ലാത്ത ബേജാറാ. എന്തേ കൊടുത്താ തീർന്നു പോകുമെന്നുള്ള ഭയം. എടോ, സദക്ക കൊടുത്താൽ കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. സദക്ക കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഈ ഇരിക്കണ ചങ്ങാതിമാരുടെ ഉസ്താദ് എല്ലാരും പറയുന്ന ഉസ്താദ് പ്രയാസവാ, കച്ചവടമില്ല, സമാധാനമില്ല, ഭാര്യയുടെ സ്വഭാവം ശരിയാകുന്നില്ല, നല്ല പെണ്ണു വേണം, നല്ല ജോലി വേണം, നല്ല ജീവിതം വേണം. ഇതാ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതല്ലേ വേണ്ടേ? നല്ല ജോലി വേണോ? നല്ല ജീവിതം വേണോ? സമാധാനമുള്ള ജീവിതം വേണോ? കൊടുക്കട ചങ്ങാതി സദക്ക. അവനവനെ കൊണ്ട് കഴിയുന്ന സദക്കകൾ കൊടുക്ക. സദക്ക കൊടുത്താൽ അള്ളാഹു നല്ല ജോലി തരും, നല്ല ജീവിതം തരും, സ്വാലിഹത്തായ ഭാര്യയെ തരും, സമാധാനമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സമയമില്ലാത്തതുകൊണ്ട് പറയാത്ത. സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം, സദക്ക കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം, നിന്റെ ആയുസ് അല്ലാഹു നീട്ടിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനെ സദക്ക കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കുകയാണ്. എങ്ങനെയാണ് ആയുസ് അല്ലാഹു നീട്ടുന്നതെന്നറിയുവോ? പാവങ്ങളെ സഹായിക്കുന്നവരോട്, യതീമീങ്ങളെ സഹായിക്കുന്നവരോട് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കുമെന്ന് ചരിത്രം പറയുകയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരികയാണ്. പഠിക്ക ചെറുപ്പക്കാരാ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, യാത്രയ്ക്ക് പോവുകയാണ്, യാത്രയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ്. നബി തങ്ങളോട് വന്ന് യാത്ര പറഞ്ഞു. നാളെ രാവിലെ യാത്ര പോകുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സ്വഹാബി പടച്ചവനെ സ്വഹാബാക്കളുടെ കൂടെ യാത്ര പോവുകയാണ്. നബി തങ്ങളോട് വന്ന് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞു ഒരുങ്ങി തയ്യാറായി വരാൻ. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഇങ്ങനെ ഒരുങ്ങി തയ്യാറാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അങ്ങയോട് യാത്ര പറയാൻ വരും നബിയേ, അങ്ങയോട് യാത്ര പറയാൻ വരും നബിയേ, നല്ലതുപോലെ യാത്രയാക്കിക്കോ നബിയേ. ഇനി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തിരിച്ചു വരില്ല നബിയേ. ഇത് അവസാനത്തെ യാത്രയാണ്. അതുകൊണ്ട് നല്ലതുപോലെ യാത്രയാക്കിക്കോ. നബി തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ. അബ്ദുറഹ്മാൻ ഇബ്നു
ഔഫ് തങ്ങള് പടച്ചവനെ അല്ലാഹുവേ ആ സ്വഹാബിയാണ് ഇനി തിരിച്ചു വരില്ല എന്ന് ജിബ്രീൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറഞ്ഞ സ്വഹാബി കടന്നു വരികയാണ്. എല്ലാവരും നബി തങ്ങളോട് യാത്ര പറഞ്ഞു. എല്ലാവരും നബി തങ്ങളോട് യാത്ര പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും യാത്ര പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് അതാ നടക്ക അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സ്വഹാബി നടക്കുകയാണ്. നബി തങ്ങൾ കൂടെ പോയടോ, അല്ലാഹുവിന്റെ റസൂല് കൂടെ പോയടോ. വാഹനത്തിന്റെ അടുക്കലെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനറിയാം ഈ സ്വഹാബി തിരിച്ചു വരില്ലെന്ന്. ഈ സ്വഹാബിന് ജീവനോടെ തിരിച്ചു വരില്ല എന്ന് നബി തങ്ങൾക്കറിയാം. അതുകൊണ്ട് നബി തങ്ങൾ അങ്ങ് കെട്ടിപ്പിടിക്കുകയാ. നബി തങ്ങൾ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തന്റെ ശരീരത്തിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. അബ്ദുറഹ്മാൻ തങ്ങൾക്ക് പോലും അത്ഭുതമായി, ഔഫ് തങ്ങൾക്ക് പോലും അത്ഭുതമായി. നബി തങ്ങൾ വല്ലാത്ത ഒരു സ്നേഹപ്രകടനം, വല്ലാത്ത ഒരു സ്നേഹം കണ്ടപ്പോ എന്തു പറ്റി നബിയേ, എന്തു പറ്റി നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ഒന്നും പറയാതെ യാത്രയാക്കുകയാണ്. ആ യാത്രയും ആ കെട്ടിപ്പിടുത്തം കണ്ടപ്പോ സ്വഹാബത്ത് പോലും ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്ത് നബിയെ അവസാനത്തെ യാത്ര പറയുന്നത് പോലെ? നബി തങ്ങളൊന്നും മിണ്ടിയില്ല. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ യാത്ര പോയി. ഒരുപാട് നാളുകൾ കഴിഞ്ഞു. ആ സ്വഹാബി തിരിച്ചു വരില്ല എന്ന് ജിബ്രീലാണ് വന്ന് പറഞ്ഞത്. പടച്ചവനെ, ആഴ്ചകൾ കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പള്ളിയിലേക്ക് കയറി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സലാം പറയുകയാ. നബി തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി, നബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം നബി തങ്ങൾ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ. ആ സ്വഹാബി ജീവനോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ആ സ്വഹാബി തിരിച്ചു വരില്ല എന്ന് ജിബ്രീൽ പറഞ്ഞു. എന്നാ ജീവനോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. മരിക്കുമെന്ന് പറഞ്ഞ സ്വഹാബി മരിച്ചില്ല, ജീവനോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീൽ, എന്തു പറ്റി ജിബ്രീൽ? എന്തത്ഭുതമാ നടന്നത്, എന്തത്ഭുതമാ നടന്നത്? ആ സമയത്ത് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും സ്വഹാബത്തും യാത്ര ചെയ്തു പോകുമ്പോ എല്ലാവർക്കും വല്ലാത്ത ക്ഷീണമായി, എല്ലാവർക്കും വല്ലാത്ത ക്ഷീണമായി. അങ്ങനെ ഒരു സ്ഥലത്ത് അവര് മുഴുവനും തമ്പടിക്കുകയാണ്. ഭക്ഷണം വെക്കാൻ യാത്ര കാരണം പ്രയാസമായി. അങ്ങനെ അവര് മുഴുവനും പടച്ചവനെ ഒരു സ്ഥലത്ത് ഇറങ്ങുകയാണ്. അതാ ഒരു ചെറിയ കുടില് കാണുകയാണ്. ആ കുടിലിന്റെ മുമ്പിലേക്ക് അവര് ചെന്നിട്ട് അതാ വീട്ടുകാരിയായ ഒരു ഉമ്മയെ കാണുകയാണ്. ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്താണ്. ഞങ്ങൾക്കൊന്ന് ഭക്ഷണം വെച്ച് തരുമോ, ഞങ്ങൾക്കൊന്ന് ഭക്ഷണം വെച്ച് തരുമോ? പടച്ചവനെ, ആ ഉമ്മ സമ്മതിക്കുകയാണ്. വീടിനകത്ത് നിന്നിട്ട് അവസാനം ആ ഉമ്മ പറഞ്ഞു, ഞാൻ ഭക്ഷണം വെച്ച് തരാ. അങ്ങനെ സ്വഹാബത്ത് മുഴുവനും കിടക്കുകയാണ്. അവസാനം കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറായി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ചപ്പോ സ്വഹാബികൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, ആ ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെക്കാൻ പറ്റൂല. ആ പ്രായമായ ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെച്ച് തരാൻ പറ്റൂല. ആ വീടിനകത്ത് വേറെ ആരോ ഉണ്ട് തങ്ങള്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറയുമ്പോ അതാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ആ വീടിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. അവിടെന്ന് ചോദിച്ചു, ഉമ്മ, നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഈ വീടിനകത്തുണ്ടോ? ആരാണ്
ആരാണ് ഈ ഭക്ഷണം വെച്ചത്? ഉമ്മ പറഞ്ഞു, എനിക്ക് യതീമായ 2 പെൺകുട്ടികളുണ്ട്, എനിക്ക് യതീമായ 2 പെൺകുട്ടികളുണ്ട്. എന്റെ മക്കളുടെ വിവാഹ പ്രായം കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ മക്കളെ വിവാഹം കഴിച്ചു വിടാനുള്ള ഒന്നും എന്റെ കയ്യിലില്ല, സഹായിക്കാൻ ആരുമില്ല, ഞങ്ങൾ പാവപ്പെട്ടവരാണ്. അള്ളാന്റെ റസൂലിന്റെ സഹാബത്താണെന്ന് പറഞ്ഞപ്പോ എന്റെ മക്കൾ എന്നോട് പറഞ്ഞു, ഉമ്മാ നബി തങ്ങളുടെ സഹാബത്തല്ലേ, അള്ളാന്റെ റസൂലിന്റെ സഹാബികളല്ലേ, ഇവർക്ക് ഭക്ഷണം വെച്ച് കൊടുത്തതിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും അള്ളാഹു ഞങ്ങൾക്കൊരു നല്ല ജീവിതം തന്നാലോ. ആ യതീമായ മക്കളാണ് ഭക്ഷണം വെച്ച് കൊടുത്തതെന്ന് പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. യതീമായ 2 പെൺകുട്ടികള്, ആരാരും സഹായിക്കാനില്ലാത്ത 2 പെൺകുട്ടികള്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ആ വീടിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ചോദിക്കുകയാ, സഹാബാ, ആരായി പെൺകുട്ടികൾക്കൊരു ജീവിതം കൊടുക്കുന്നത്? ഈ യതീമായ 2 പെൺമക്കൾക്ക് ആരാണ് ജീവിതം കൊടുക്കുന്നത്? നിങ്ങൾ ചോദിക്കുന്ന സമ്പാദ്യം ഞാൻ തരാ. ഈ 2 മക്കളെ ആരാണോ വിവാഹം കഴിക്കുന്നത് അവർക്ക് എന്തു ചോദിച്ചാലും ഞാൻ തരാ. അങ്ങനെ 2 സ്വഹാബികളെ തയ്യാറാവുകയാണ്. 2 സ്വഹാബികൾ അവിടെ നിന്ന് വിവാഹം കഴിക്കാൻ തയ്യാറായി. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ആ 2 പെൺകുട്ടികളുടെ വിവാഹം അവിടെ നിന്ന് നടത്തുകയാണ്. റബ്ബേ, അതാ വരുന്നു ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാ. ഈ സഹാബിയുടെ റൂഹ് പിടിക്കാൻ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരുമ്പോ ആ യതീമായ മക്കള്, അവർക്കൊരു കുടുംബ ജീവിതം ഉണ്ടായപ്പോ അവര് വീടിനകത്തിരുന്നു കൊണ്ട് 2 കൈയും നീട്ടിയിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യുന്നു, അല്ലാ, ഞങ്ങൾക്ക് ജീവിതമുണ്ടാക്കി തന്ന ഈ മനുഷ്യര് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ യതീമായ മക്കളാ വീടിനകത്തിരുന്നിട്ട് ദുആ ചെയ്തപ്പോ, ഈ മനുഷ്യരെ ദീർഘായുസ് കൊടുക്കണേ, ഈ മനുഷ്യരെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ. എന്നാ യതീമായ മക്കള് വീടിനകത്തിരുന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു വിളിക്കുന്നു, അസ്റായീലേ, റൂഹ് പിടിക്കണ്ട അസ്റായീൽ. അവിടുന്ന് തിരിച്ചു വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങനെ ആയുസ് നീട്ടിക്കൊടുത്തതാരവിയേ, അങ്ങനെ ആയുസ് നീട്ടിക്കൊടുത്തതാരവിയേ. അതുകൊണ്ട് സഹായിക്കുന്നവരോട് പറയുകയാണ്, പാവങ്ങളെ സഹായിക്കുന്നവര്, യതീമീങ്ങളെ സഹായിക്കുന്നവര്, നിങ്ങളുടെ ആയുസ്സിന് അല്ലാഹു വർദ്ധനവ് തരികയാ. നിങ്ങളുടെ ആയുസ് അല്ലാഹു നീട്ടി തരികയാ. അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യുമടോ. നിങ്ങളുടെ ആയുസ് അല്ലാഹു നീട്ടി തരികയാണ്. ദുർമരണങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മോശമായ മരണമുണ്ടല്ലോ, ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ, ഈമാനില്ലാത്ത മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് അല്ലാഹുവിന്റെ കോപത്തെ തണുപ്പിച്ച് കളയുന്ന ഒരു നന്മയാണ് സദഖ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെയാകില്ല. നല്ല ജീവിതം വേണോ ചെറുപ്പക്കാരാ? നല്ല ജീവിതം വേണോ ചെറുപ്പക്കാരാ? നല്ല ജോലി വേണോ മക്കള്? 10ാം ക്ലാസിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന എന്റെ ചെറുപ്പക്കാരോട്, എന്റെ വിദ്യാർത്ഥികളോട്, പഠിച്ചവനെ സ്കൂള് തുറന്നാല്, കോളേജ് തുറന്നാല്, പുതിയ വിദ്യാഭ്യാസം തേടി പോകാൻ കാത്തിരിക്കുന്നവരോട് അവനവനെ കൊണ്ട് കഴിയുന്ന സദഖ കൊടുത്തോ.
അല്ലാഹു നല്ല ജീവിതം തരും, അല്ലാഹു സമാധാനമുള്ള ജീവിതം തരും. നിന്റെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും, അല്ലാഹു നിന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അവനവനെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്താ പടച്ചവനെ ഒരാൾക്കല്ല, ചിലപ്പോ നിന്റെ കുടുംബത്തിൽ ഉപകാരപ്പെടാ ഒരു പാവപ്പെട്ട രോഗിക്ക് വേണ്ടി പടച്ചവനെ അതാ ഡയാലിസിസ് ചെയ്യുന്നവർ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും ഹോസ്പിറ്റലിൽ പോകുകയാ. ഓരോ ഡയാലിസിസ് ചെയ്യുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ പൈസ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി ചെയ്യുന്നവരുണ്ടല്ലോ, ആ കുടുംബത്തിനൊരു താങ്ങാകാറ് അവരുടെ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് ആംബുലൻസിനകത്ത് കയറ്റാറ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ആംബുലൻസ് വാങ്ങണമെന്ന ലക്ഷ്യത്തോട് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോ അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ, അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ. ഞാനല്ല പറഞ്ഞത്, അല്ലയാ പറഞ്ഞത്. ഫബകാഹുമുല്ലാഹു ശർറദാലികൽ ഏറ്റവും ശർറായ ദിവസം, ഏറ്റവും ഭയാനകമായ ദിവസം അത് മഹ്ശറയാ സഹോദരാ, അത് മഹ്ശറയാ സഹോദരാ. ഏറ്റവും ഭയാനകമായ ദിവസം മഹ്ശറയാണ്. ചെമ്പിന്റെ തറയില് അതാ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും നിൽക്കുന്ന പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പടച്ച റബ്ബിന്റെ മഹ്ശറയുണ്ടല്ലോ. സ്വർണം ധരിച്ചുകൊണ്ട് നടക്കുന്ന ഉമ്മ, സ്വർണത്തെ ഇഷ്ടപ്പെടുന്ന ഉമ്മ, പാവങ്ങൾക്ക് ഉരി കൊടുക്കാൻ മനസ്സില്ലാത്ത ഉമ്മ. അല്ലാഹുവേ, നിങ്ങൾ പറയുന്നു പ്രസവത്തിന് വല്ലാത്ത വേദനയാണെന്ന്, പ്രസവത്തിന് വല്ലാത്ത വേദനയാണെന്ന് പറയുന്ന ഉമ്മ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പരലോകത്തെങ്ങാനും ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല ഉമ്മ. അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാണ് മഹ്ശറ. അറിയാതെ പ്രസവിച്ചു പോകും. ആ പ്രസവ വേദന പെണ്ണറിയാത്ത ദിവസമാണ്, ഭയാനകമായ ദിവസം. ഉപ്പ നിന്നെ തിരിഞ്ഞു നോക്കില്ല, ഉമ്മ നിന്നെ തിരിഞ്ഞു നോക്കില്ല. മക്കൾക്ക് നിന്നെ വേണ്ട, കൂടപ്പറപ്പിന് വേണ്ട. മക്കള് പറയുന്നു, നാഥാ എന്റെ പാപം മുഴുവനും എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെച്ചോ. വാപ്പയുടെ നന്മ എനിക്കിതാ, ഉപ്പാനെ നരകത്തിലേക്ക് വലിച്ചെറിയൂ. എനിക്ക് സ്വർഗം തരണേ എന്ന് മക്കള് സ്വാർത്ഥരാകുന്ന ദിവസമാണ് മഹ്ശറ. ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച ഉമ്മാനെ നോക്കിയിട്ട് മക്കള് പറയുന്നു, നാഥാ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മാനെ ഒന്നും മലത്തി കടത്തി തരുമോ അല്ലാ. നെഞ്ചത്ത് കേറി ഞാനൊന്ന് നിൽക്കട്ടെ അല്ലാ. ചൂട് പറ്റുന്നില്ല അല്ലാ, വിയർപ്പൊഴുകുന്നില്ല, ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനകത്തുകൂടെ വിയർപ്പൊഴുകുന്നില്ല. നാളെ ചെവിയുടെ ഭാഗം വരെ വിയർപ്പിനകത്ത് മുങ്ങും സഹോദരാ. ആ പടച്ച റബ്ബിന്റെ പരലോകത്ത് പേടിയില്ലാതെ എഴുന്നേറ്റു പോകണോ, ഭയമില്ലാതെ എഴുന്നേറ്റു പോകണോ. അള്ളയാ പറയുന്നത്, നീ ഭയപ്പെടണ്ട. നീ യതീമിനെ സഹായിച്ചവനാ, വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തവനാ, രോഗികളെ സഹായിച്ചവനാ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തവനാ. നീ പേടിക്കണ്ട, നീ ഭയപ്പെടണ്ട. ഫബകാഹുമുല്ലാഹു ശർറദാലികൽ ആ ശർറായ ദിവസം നീ പേടിക്കണ്ട, ആ ശർറായ ദിവസം നീ ഭയപ്പെടണ്ട. എന്തിനാ ഭയക്കുന്നത്, എന്തിനാ പേടിക്കുന്നത്? അല്ലാഹു പറയുകയാ, ഫവകാഹുമുല്ലാഹു ശർറദാലികൽ വലകാഹും നളറതം വസുറൂറാ. അല്ലാഹനെ
കാണണോ ചെറുപ്പക്കാരാ, ഉപ്പമാരെ, ഉമ്മമാരെ, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹനെ കാണണോ, അല്ലാഹനെ കാണണോ, അല്ലാഹന്റെ ലിഖാ കാണണോ. പാവങ്ങളെ സഹായിച്ചോ, യതീമീങ്ങളെ സഹായിച്ചോ, രോഗികൾക്ക് കഴിവിന്റെ പരമാവധി കൊടുത്തോ, നിന്നെ കൊണ്ട് കഴിയുന്ന സദഖകൾ ചെയ്തോ. അല്ലാഹുവിനെ കാണാ, അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ധൈര്യമായിട്ട് പറയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയുമോ? ഇവിടെ നമ്മൾ ഒരുപാട് നന്മ ചെയ്യുന്നവരാ. നിസ്കരിക്കും നമ്മളൊക്കെ, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഇന്ന ആഴത്തെ ഇനിയും കുൽഹുവല്ലയും എനിക്ക് ഏറ്റവും നമ്മൾ ഓതുന്ന സൂറത്ത്, ഏറ്റവും ചെറിയ സൂറത്ത് 2 മിനിറ്റ് കൊണ്ട് കാക്ക കൊത്തണത് പോലെ കുത്തിയിട്ട് നിസ്കരിക്കും. എന്നാ 4 പേര് കാണാനുണ്ടെങ്കിലോ സുബ്ഹാനല്ലാഹ്, എന്തൊരു ഖൗഫാണെന്നറിയോ നമ്മുടെ നിസ്കാരം. ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും, നോമ്പ് പിടിച്ച നാട്ടുകാർക്കറിയാം, എന്തേ നീ ക്ഷീണിച്ചു പോയത്? അത് ഞാൻ എപ്പോഴും തിങ്കളും വ്യാഴവും ഓർമ്മ വെച്ച കാലം മുതൽ നോമ്പാ, അതാ ഇങ്ങനെ, അത് പോയി. എന്റെ പൊന്നാര ചങ്ങാതി, എന്തേ മുഖമൊക്കെ വാടിയിരിക്കുന്നത്? 3 മണിക്ക് ഞാൻ എഴുന്നേക്കും, പിന്നെ സുബഹി വരെ ഞാൻ ഉറങ്ങത്തില്ല, തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതിയിരിക്കും, അത് പോയി. പിന്നെ സദഖ, പൈസ ചോദിച്ചാൽ തരും, സ്റ്റേജിൽ കയറ്റി ഇരുത്തിയിട്ട് ചോദിക്കണം. അല്ലെങ്കിൽ ചോദിക്കുക, എന്റെ ഫോട്ടോ വെക്കുവോ, വാട്സപ്പിൽ കുടുംബ പേര് വരെ, അല്ലാതെ ഗേറ്റ് പോലും തുറക്കത്തില്ല വീടിന്റെ. ഇവിടെ ഹജ്ജ് ചെയ്ത ഹാജിയാക്കന്മാരുണ്ട്. ഞാൻ പറയാറുണ്ട്, 2001 പോയപ്പോ അങ്ങനെ ആയിരുന്നു, 2008 പോയപ്പോ ഇങ്ങനാണ്, 2015 പോയപ്പോ ഇവൻ 4 ഹജ്ജ് ചെയ്തെന്ന് പറയാനുള്ള വഴിയാ. നമ്മൾ എന്ത് നന്മ ചെയ്താലും അള്ളാഹ്ക്ക് അറിയത്തില്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു നന്മ അള്ളാഹുടെ മുമ്പിൽ എത്തണ്ടേ? ഇവിടെ സ്വർഗത്തിൽ പോകാൻ 1000 നന്മയൊന്നും വേണ്ട, ഒറ്റ നന്മ ചെയ്താൽ മതി. അതല്ലേ നബിതങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ജീവിതത്തിൽ പറയേണ്ടതുപോലെ ഒറ്റവട്ടം പറഞ്ഞ അവൻ സ്വർഗത്തിലാ. അത് മരിക്കുന്ന സമയത്ത് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു മനുഷ്യൻ പറയേണ്ട രീതിയിൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞ അവൻ സ്വർഗത്തിൽ പോകുന്ന. എന്നാ നമ്മൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു ദിക്റിന്റെ മഹത്വം, മരണ വീട്ടിൽ പോയാ 70,000 എണ്ണം പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചടങ്ങ് തീർക്കാൻ തസ്ബീഹ് ഇട്ടിട്ട്. ഈ പറയുന്നവൻ അറിയോ അതിന്റെ അർത്ഥം എന്താണെന്ന്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നന്മ തിന്മ തൂക്കുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് പറഞ്ഞു. നന്മ തിന്മ തൂക്കുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് നബിതങ്ങൾ പറയുമ്പോ സഹാബികളോട് ചോദിച്ചു, ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം എന്താണെന്നറിയാവോ എന്ന് ചോദിച്ചു. ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം നിങ്ങൾക്ക് അറിയുമോ? അറിയില്ല നബിയെ, പറഞ്ഞു തരട്ടെ. ബലാ യാ റസൂലല്ലാഹ്, ഒന്ന് പറഞ്ഞതാ നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് ഈ കാണുന്ന ആകാശവും ഭൂമിയും വെച്ച് തൂക്കാൻ പറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് ഈ കാണുന്ന ഭൂമിയും ആകാശവും വരെ എടുത്തു വെച്ച് തൂക്കാൻ പറ്റും. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ത്രാസ് ഈ വണ്ടി തൂക്കണ ത്രാസ, അതിനെക്കാളും വലുതൊന്നും കണ്ടിട്ടില്ല. ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ എടുത്തു വെച്ച് തൂക്കാൻ പറ്റുന്ന ത്രാസാണ് ഞാനും നിങ്ങളും ചെയ്ത നന്മ തൂക്കുന്ന ത്രാസ്. സഹാബത്ത് കരയാൻ തുടങ്ങി. എന്തേ സഹാബ കരയുന്നത്? നബിയെ, അതിനകത്ത് ഞങ്ങളുടെ നന്മ എടുത്തു വെച്ച എന്തോ കാണും പടച്ചോനെ, കടലിന്ന് ഒരു തുള്ളി വെള്ളം എടുക്കണ പോലെ. ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ചെയ്ത നന്മ എടുത്തു വെച്ച ഒന്നും കാണില്ലല്ലോ നബിയെ. കരയുന്ന സഹാബത്തിനോട് നബിതങ്ങൾ ചോദിച്ചു, സഹാബ, അത് നിറയ്ക്കുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ. ആ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ പറ്റുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ. എന്താ നബിയെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മീസാനിനെ നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയേണ്ട രീതിയിൽ നീ പറ. അത് ചുമ്മാതെ പറയലല്ല, അത് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അത് മീസാനിനെ നിറയ്ക്കും. അത് പറയേണ്ട രീതിയിൽ നീ ഒരു വട്ടം പറഞ്ഞാൽ നീ സ്വർഗത്തിലും പോകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആ പറയുന്നത് പോലും നമുക്കറിയില്ല എന്താ എന്ന്. അപ്പൊ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നന്മ ഇതാ, നമ്മളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന നന്മയുടെ വലിപ്പം ഇതാണ്. അതുകൊണ്ട് പലരും പടച്ചവനെ ചിന്തിക്കുന്നത് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലാഹുവേ രക്ഷപ്പെടുമെന്നുള്ള ധാരണയാണ്, രക്ഷപ്പെടുമെന്നുള്ള ധാരണയാണ് പടച്ചവനെ എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഒരുപാട് പടച്ചവനെ പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്, പാപങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്ന നന്മയുടെ വലിപ്പം കണ്ടിട്ട് ഒരാളും നെളിയണ്ട, ഒരാളും നെളിയണ്ട. ചെയ്തു വെച്ചിരിക്കുന്ന നന്മയുടെ വലിപ്പം കണ്ട് ഒരാളും നെളിയണ്ട. പടച്ചവനെ അങ്ങനെ നെളിയാനായിരുന്നെങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കണം ചെറുപ്പക്കാരാ, ഉപ്പമാരെ. പടച്ചവനെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പോലും അറിയാത്തവരാണ് നമ്മള്, അതുപോലും നേരെ പറയാത്തവരാണ് നമ്മള്. അത് പറഞ്ഞു മരിക്കുന്നവനാണ് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവന് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്, അവന് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്. നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുക്കുന്നവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവന് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്, അവന് പോയടോ അള്ളാന്റെ സ്വർഗത്തെ കയറി കിടന്നടോ. അതുകൊണ്ട് സഹോദരാ, ചെയ്തു വെച്ചിരിക്കുന്ന നന്മയുടെ വലുപ്പം കണ്ട് നെളിയണ്ട. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ പാതിരാത്രിയിൽ നബി തങ്ങളുടെ കരച്ചിൽ കേൾക്കുകയാണ്. സുജൂദിൽ കിടന്ന് കരയുന്ന നബി തങ്ങളുടെ ശബ്ദം കേട്ടിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എഴുന്നേറ്റ് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുകയാ. ആയിഷ ബീബി അടുത്തേക്ക് പോവുകയാ. എന്തു പറഞ്ഞിട്ടാ കരയുന്നത്, എന്തു പറഞ്ഞിട്ടാണ് കരയുന്നത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണേ തമ്പുരാനെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, അങ്ങയ്ക്ക് ഉറപ്പില്ലേ നബിയേ, അങ്ങയ്ക്ക് ഉറപ്പില്ലേ നബിയേ? ആയിഷ, അല്ലാഹുവിന്റെ കയ്യിലാ ആയിഷ. ഒരു മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ അടുക്കലാണ്. എപ്പോഴാണ് തിരിഞ്ഞു പോകുന്നതെന്നറിയില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറയാൻ അവന്റെ നാവ് പൊങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല, അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ എളുപ്പത്തിലുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് ആ കഅബാലയത്തിന്റെ പണി കഴിഞ്ഞിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത ദുആ ഖുർആൻ പറയുകയാ. ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ്, നിനക്ക് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി പണിതിരിക്കുന്ന റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്. നാദാ,
ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ഇബ്രാഹിം നബിയുടെ ദുആയ ചെറുപ്പക്കാരാ, ഉപ്പമാരെ, അല്ലാഹുവിന്റെ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ പ്രവാചകന്റെ ദുആയാണ് മരിക്കുമ്പോ മുസ്ലിമാക്കി മരിപ്പിക്കണം തമ്പുരാന്. അതാ യൂസുഫ് നബി അലൈഹിസ്സലാം, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിന തഅവീലിൽ അഹാദീസ്, ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബിയും അല്ലാഹുവോട് പറയുന്നു, അല്ലാ, യൂസുഫിന് അധികാരമല്ല, സ്വപ്നവ്യാഖ്യാനമല്ല, യൂസുഫിന് വേണ്ടത് എന്തെന്നറിയുമോ? തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ തമ്പുരാന്. യൂസുഫ് നബിയുടെ ദുആയാ ചെറുപ്പക്കാരാ. വവസാ ബിഹാ ഇബ്രാഹീം ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രവാചകന്മാര് തന്റെ മക്കളോട് വസിയത്ത് ചെയ്തത്, മക്കളെ മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. എന്തേ അല്ലാഹ് നമ്മളോടും പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീയും മുസ്ലിമായിട്ടേ മരിക്കാവൂ, നിങ്ങളും മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറയുമ്പോ, ചെയ്തു വെച്ചിരിക്കുന്ന നന്മയുടെ വലുപ്പം കണ്ടിട്ട് ഒരാളും നെളിയണ്ട. അതുകൊണ്ട് സഹോദരങ്ങള്, ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്. അതെ, തഹജ്ജുദ് നിസ്കാരമുണ്ട്, ദുഹാ നിസ്കാരമുണ്ട്, പടച്ചവനെ തസ്ബീഹ് നിസ്കാരമുണ്ട്, പടച്ചവനെ ഒരുപാട് നിസ്കരിക്കുന്നവരാ നമ്മള്. എന്നാ നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ സഹോദരാ? ഒരു മനുഷ്യൻ നമസ്കരിച്ചിട്ട് നിസ്കാരപ്പായില്ലെന്ന് എഴുന്നേക്കുമ്പോ, നമ്മളെല്ലാവരും ഒരുപാട് നിസ്കരിച്ചവരാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരാള് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ആ നിസ്കാരപ്പായില്ലെന്ന് എഴുന്നേക്കുമ്പോ ഒരു മലക്ക് മുസാഫഹത്ത് ചെയ്യും. നിസ്കരിച്ചിട്ട് എഴുന്നേക്കുന്ന ഒരു മനുഷ്യനെ ഒരു മലക്ക് കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യും. എന്നിട്ട് സന്തോഷ വാർത്ത പറയും, നീ സ്വർഗത്തിലാ, നിന്റെ പേര് സ്വർഗത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ സ്വർഗത്തിലാണ് എന്ന് നിസ്കാരം കഴിഞ്ഞ് എഴുന്നേക്കുന്ന ഒരു മനുഷ്യനോട് മലക്ക് പറയുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. എന്നാൽ ചിലര് നിസ്കരിച്ചിട്ട് എഴുന്നേക്കുമ്പോ മലക്കുകൾ പറയും, എടാ നശിച്ചവനെ, നഷ്ടവാളി, നീ നരകത്തില, നീ നിസ്കരിച്ചിട്ടും നരകത്തില, നിന്റെ പേര് നരകത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത വഖത്ത് നമസ്കാരത്തിന് മുമ്പ് നീ തൗബ ചെയ്യാതെ മരിച്ച നീ നരകത്തില. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹ് നമ്മളെ കാക്കുമാറാകട്ടെ. ഞാനും നിങ്ങളും ഒരുപാട് നിസ്കരിച്ചവരാ. എന്നാൽ ഈ നിസ്കരിച്ചിട്ട് എഴുതി ആരോടാ സ്വർഗത്തിലാണെന്ന് പറയുന്നത്? ഏത് മനുഷ്യനോടാണ് നീ സ്വർഗത്തിന്റെ അവകാശിയാണ്, സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ പേര് എന്ന് ഏത് നിസ്കാരത്തിനാണ് മലക്കുകൾ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു ഉദാഹരണം, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ചിന്തിക്ക്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഉംറ കഴിഞ്ഞ് വന്നേ ഉള്ളൂ, അതിൻ്റെതായ ക്ഷീണങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഹജറുൽ അസ്വദ് മുത്താൻ പോയപ്പോൾ ഇത്തിരി ഇടി കിട്ടി, അതിന്റെ വേദന ഇപ്പോഴാ അറിയണേ. ഹജറുൽ അസ്വദ് മുത്താൻ പോകുമ്പോഴുള്ള തിരക്കുണ്ടല്ലോ, ആ ഇടിയുടെയൊക്കെ വേദന ഇപ്പോഴാ അറിയണേ. ആരും ഹജറുൽ അസ്വദ് ഒന്നും മുത്താൻ പോണ്ട കേട്ടോ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു താബീങ്ങളിൽപ്പെട്ട ഒരു മഹാനാണ്.
മഹാനവറുകളുടെ കാലിലെ ഒരു വിരല് പഴുത്തു. കാലിലെ ഒരു വിരല് പഴുത്തപ്പോ കാലിലെ ഒരു വിരല് പഴുത്തു. വൈദ്യന്മാരെ കൊണ്ടുപോയി കാണിച്ചു. ഇപ്പൊ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ ഇത് പ്രശ്നമാണ്, ഈ വിരല് മുറിക്കണം, ഈ വിരല് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും, പിന്നെ പ്രയാസമാ. പഴുപ്പ് തുടങ്ങിയിട്ടുണ്ട്, കാലിന്റെ വിരല് മുറിച്ചു മാറ്റണം. മഹാനായ ഉറുവ റളിയല്ലാഹു തആല അൻഹു അത് ഇങ്ങോട്ട് നിസാരമായി കണ്ടു. വിരല് മുറിക്കും, അത് സിമ്പിൾ ആയിട്ട് കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോ കാലിന്റെ വേദന കൂടാൻ തുടങ്ങി. അവസാനം പ്രയാസമായപ്പോ രണ്ടാമത് വൈദ്യന്മാരുടെ മുമ്പിൽ വന്നു. അപ്പൊ വൈദ്യന്മാര് നോക്കിയിട്ട് പറഞ്ഞു, തങ്ങളെ ഇപ്പൊ വിരലല്ല മുറിക്കേണ്ടത്, മുകളിലേക്ക് പഴുപ്പ് കയറി, ഇനി കാൽപ്പത്തി മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും, പ്രയാസമാ. ഉറുവ തങ്ങൾ കാര്യമാക്കിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കാലിന്റെ പഴുപ്പ് കാൽപ്പത്തിയിൽ നിന്ന് മുകളിലേക്ക് കയറാൻ തുടങ്ങി. വേദന സഹിക്കാൻ പറ്റാതെ മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പോൾ വൈദ്യന്മാര് പറഞ്ഞു, ഇനി മുട്ടിന്റെ താഴെ വെച്ച് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ മുകളിലേക്ക് കയറും, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്ന് അനുസരിക്ക്. അങ്ങനെ ഉറുവ റളിയല്ലാഹു തആല അൻഹു തന്റെ കാല് മുറിക്കാൻ സമ്മതിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വൈദ്യന്മാര് കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. ഉറുവ റളിയല്ലാഹു തആല അൻഹു തയ്യാറെടുപ്പോടുകൂടി കാല് മുറിക്കാൻ കടന്നു വന്നു. ആ സമയത്താണ് വൈദ്യന്മാര് മഹാനായ ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് കള്ളു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കള്ളു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കുടിക്കുതങ്ങള്, കുടിക്കുതങ്ങള്. ഉറുവ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, എന്തിനാ കള്ളു കുടിക്കുന്നത്? എന്തിനാ കള്ളു കുടിക്കുന്നത്? കള്ളു കുടിക്കാൻ പാടില്ലല്ലോ, അത് ഹറാമാണല്ലോ. പടച്ചവനെ, വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റുന്നതിന് വല്ലാത്ത വേദനയാണ്, കാല് മുറിച്ചു മാറ്റുന്നതിന് വല്ലാത്ത വേദനയാണ്, അത് സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. അതുകൊണ്ട് അല്പം കള്ളു കുടിച്ചാൽ വേദന അറിയാതിരിക്കുമല്ലോ. പടച്ചവനെ, ഉറുവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മരിച്ചാലും ഞാൻ കള്ളു കുടിക്കൂല. അവര് ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് കാല് മുറിച്ചു മാറ്റുന്നത്? ഉറുവ തങ്ങൾ പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. ഉറുവ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാ, കൈകെട്ടാ, ഞാൻ 2 റക്അത്തൊന്ന് നിസ്കരിക്കാ. ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായാൽ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റ്. പടച്ചവനെ, ഉറുവ റളിയല്ലാഹു തആല അൻഹു വുളുവെടുത്തിട്ട് കടന്നു വരികയാണ്. അല്ലാഹുവേ, നിയ്യത്ത് ചെയ്തിട്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുകയാണ്. അവിടുന്ന് ഫാത്തിഹ ഓതി, അവിടുന്ന് ഫാത്തിഹ ഓതി. പടച്ചവനെ, സൂറത്ത് ഓതാൻ തുടങ്ങി. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ. സൂറത്തുൽ മുസമ്മിലാണ് ഓതിയതെന്ന് ചരിത്രം പറയുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തുടങ്ങിയപ്പോ നിസ്കാരത്തിനകത്തേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായപ്പോ വൈദ്യന്മാര് കാല് മുറിക്കുകയാ. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല്, എന്റെ ചെറുപ്പക്കാരാ, മുറിച്ചു മാറ്റിയടാ മോനെ. ആ പച്ചയായ മനുഷ്യന്റെ കാലവിടന്ന് വെട്ടിമുറിക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഉറുവ റളിയല്ലാഹു തആല അൻഹു അറിയുന്നില്ല. നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു കാലവിടന്ന് വെട്ടിമുറിച്ചു. ഉറുവ റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിലാണ്. കാല് മുറിച്ചതറിഞ്ഞില്ല, കാല് മുറിച്ചു മാറ്റിയതറിഞ്ഞില്ല. പടച്ചവനെ, ഉറുവതങ്ങൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. മുറിച്ച കാലിനകത്ത് നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്, രക്തമിങ്ങനെ ഒഴുകുകയാണ്. വൈദ്യന്മാർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പടച്ചവനെ, കാല് മുറിച്ചതും രക്തമിങ്ങനെ പൈപ്പ് പൊട്ടിയിട്ട് ഒഴുകുകയാണ്.
ഒഴുകുകയാണ്. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുന്നത് പോലെ മുറിച്ച കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ. വൈദ്യന്മാരെന്ത് ചെയ്തെന്നറിയോ? സൈത്തണ്ണ തിളപ്പിക്കുകയാണ്. രക്തം പെട്ടെന്ന് നിൽക്കാനുള്ള വഴിയാണ് സൈത്തണ്ണ തിളപ്പിച്ചിട്ട് ആ സൈത്തണ്ണ തിളപ്പിച്ച എണ്ണ കൊണ്ടുവന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലുണ്ടല്ലോ, ആ മുറിച്ച കാലിലേക്ക് ആ തിളച്ച എണ്ണയങ്ങു മുക്കുകയാ. ഉർവതങ്ങൾ അറിഞ്ഞില്ല വാപ്പാ, ഉർവതങ്ങൾ അറിഞ്ഞില്ല ചെറുപ്പക്കാരാ. സിനിമാ കഥയല്ലടാ പറയുന്നത്, ഉർവതങ്ങളുടെ ചരിത്രമാർക്ക് വേണമെങ്കിലും എടുത്ത് വായിച്ചു നോക്കാ. തിളച്ച എണ്ണ കാലിനകത്ത് മുക്കുമ്പോ ഉർവതങ്ങൾ ഓതുന്ന ആയത്തേതെന്നറിയോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ, ഇന്നലദൈനാ അൻകാലം വജഹീമാ. നരകത്തെ കുറിച്ച് പറയുന്ന ആയത്താണ്, നരകത്തെ കുറിച്ച് പറയുന്ന ആയത്ത്. ആ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തിളച്ച എണ്ണ ഇങ്ങനെ മുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അറിഞ്ഞില്ല ഉപ്പാ, അറിഞ്ഞില്ല ഉപ്പാ. ഇതെന്ത് നിസ്കാരമാവാപ്പാ, ഇതെന്ത് നിസ്കാരമാവാപ്പാ. കാല് മുറിച്ചു മാറ്റിയിട്ട് അറിഞ്ഞില്ലെങ്കില്, തിളച്ച എണ്ണ കൊണ്ടുവന്ന് കാലിലേക്ക് മുക്കിയിട്ട് അറിഞ്ഞില്ലെങ്കില് അതെന്ത് നിസ്കാരമാവാപ്പാ, അതെന്ത് നിസ്കാരമാ ചെറുപ്പക്കാരാ. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിൽ നിന്ന് രക്തമൊഴുകിയിട്ട് മഹാനവറുകൾ അവിടെ നിന്ന് തളർന്ന് താഴെ വീഴുകയാ. അവിടെ നിന്ന് തളർന്ന് താഴെ വീണു. പടച്ചവനെ, ബോധം നഷ്ടപ്പെട്ടു. വൈദ്യന്മാര് മുറിവൊക്കെ വെച്ച് കെട്ടി. എന്നിട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ് ഉർവതങ്ങൾക്ക് ബോധം വരാൻ. ഉർവതങ്ങൾക്ക് ബോധം വരുമ്പോ കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞ സങ്കടമാകുമല്ലോ, സങ്കടമാകുമല്ലോ. അതുകൊണ്ട് അവര് വളരെ പ്രയാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാല് മുറിച്ചു മാറ്റിയെന്ന് എങ്ങനെയാണ് പറയുന്നത്? മഹാനവറുകൾക്ക് സങ്കടമാകുമെന്ന് കരുതിയിട്ട് എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കുമ്പോ ഒരാള് ഓടി വരികയാണ്. ഉർവതങ്ങളുടെ കുടുംബക്കാരനാണ് ഓടി വരുന്നത്. എവിടെ ഉർവതങ്ങൾ, എവിടെ, എന്താണ് സംഭവമെന്ന് ചോദിക്കുമ്പോ കുടുംബക്കാരൻ പറയുകയാണ്, ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകൻ അതാ കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. തന്റെ ഏറ്റവും ചെറിയ മകൻ മരണപ്പെട്ടിരിക്കുകയാണ്. വൈദ്യന്മാർക്ക് വല്ലാത്ത സങ്കടമായി. കാല് മുറിച്ചു മാറ്റിയ വേദന. അതാ അടുത്ത പരീക്ഷണം തന്റെ പൊന്നാര മകനവിടെന്ന് മരണപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. അവസാനം ഉർവതങ്ങൾക്ക് ബോധം വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ, നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ അങ്ങയുടെ കാല് മുറിച്ചു മാറ്റി തങ്ങള്. ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ്. തന്റെ കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോൾ ഉർവതങ്ങൾ പറഞ്ഞ മറുപടി ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ്. വൈദ്യന്മാർ അത്ഭുതപ്പെട്ടു. കുടുംബക്കാരൻ പറഞ്ഞു, തങ്ങള്, ഏറ്റവും ചെറിയ മകന് മരണപ്പെട്ടു തങ്ങള്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അത്ഭുതമായി. കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്, മകന് മരിച്ചെന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്. എന്തേതങ്ങള്, എന്തേതങ്ങള് കാല് മുറിച്ചു മാറ്റിയപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞത് എന്തിനാണ്? ഉർവതങ്ങള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ, ഒരെണ്ണം ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്.
എന്തിനാ തങ്ങളെ പൊന്നുമോ മരിച്ചെന്ന് പറഞ്ഞപ്പോ അവിടെ അൽഹംദുലില്ലാ പറഞ്ഞത്, അള്ളാഹു ഒരു മോനെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ ബാക്കി വെച്ചല്ലോ, അൽഹംദുലില്ലാ. ഇത് പറഞ്ഞു കഴിയുമ്പോ ഉറുവതങ്ങളിരുന്ന് കരയുകയാ, ഉറുവതങ്ങളിരുന്ന് കരയുകയാ. കാല് മുറിച്ചു മാറ്റിയെന്ന് പറയുമ്പോ കരയാത്ത മനുഷ്യര്, തന്റെ പൊന്നാരമകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ കരയാത്ത മനുഷ്യര്, പടച്ചവനെ കരയുന്നത് കണ്ടപ്പോ വൈദ്യന്മാര് ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയുന്നത്, എന്തിനാ തങ്ങളെ കരയുന്നത്? കാല് മുറിച്ചത് കാരണമാണോ, മകൻ മരിച്ചത് കാരണമാണോ? ഉറുവതങ്ങള് പറഞ്ഞു, അല്ല, ഇനി ഒരുപാട് നേരം അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, ഇനി രണ്ട് കാലില്ലല്ലോ, ഇനി രണ്ട് കാലില്ലല്ലോ, ഒറ്റ കാലല്ലേ ഉള്ളൂ. ഇനി അല്ലാഹുവിന്റെ മുമ്പിൽ പഴയതുപോലെ ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, ആ രസം അനുഭവിക്കാൻ പറ്റില്ലല്ലോ. ആ സങ്കടം കൊണ്ടാണ് കരയുന്നതെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, സഹോദരാ, ഇങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കുന്നവനോടാണ് അള്ളാന്റെ മലക്കുകൾ പറയുന്നത്, നീ സ്വർഗത്തിലാ. ഇങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കണം. ഞാനൊക്കെ നിസ്കരിക്കുമ്പോ ഒരു ഉറുമ്പ് കടിച്ചാൽ ഞാൻ അറിയും. അള്ളാഹു എന്നെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളുടെ കാര്യം എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു കൊതുവ് കടിച്ചാൽ നമ്മൾ അറിയും. ഒരു പ്രാണി നമ്മുടെ ചെവിയുടെ ഭാഗത്തുകൂടെ ഒന്നും ശബ്ദം വെച്ചു കൊണ്ടുപോയാൽ നമ്മൾ അറിയും. ഉറുവ റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയം കാല് മുറിച്ചു മാറ്റിയിട്ട് അറിഞ്ഞില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ കാണിക്കുന്ന എന്താന്ന് ചിന്തിക്ക്. നമ്മുടെ നിസ്കാരം കാണുമ്പോ ഇബ്ലീസ് തന്നെ മാറി നിന്ന് ചിരിക്കും, ഇവ എന്ത് വല്ലാ കാണിക്കണേ. നമ്മുടെയൊക്കെ നിസ്കാരം കാണുമ്പോ ഇബ്ലീസിന് തന്നെ ചിരി വരും. അതാ നമ്മുടെ നിസ്കാരം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നന്മ ഇതാ. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നന്മ, നമ്മൾ എന്ത് നന്മ ചെയ്താലും നാട്ടുകാരറിയും. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും നാട്ടുകാരറിയും. സഹോദര, അങ്ങനെ നാട്ടുകാരറിയാത്ത എന്തെങ്കിലും ഉണ്ട് ചെയ്യേ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ആരാരും അറിയാത്ത ഒരു നന്മയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു നന്മ, ആരാരും അറിയാത്ത ഒരു നന്മ, രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ, നീയും അല്ലാഹുവും മാത്രം അറിയുന്ന ഒരു നന്മ. അല്ലക സിർറുൻ ഇൻദല്ലാഹ് ബൈനക വബൈനല്ലാഹ്. ഒരു അറബി ബൈത്ത് പറയുന്നത് പോലെ, എന്തെങ്കിലും ജീവിതത്തിൽ രഹസ്യമായി വേണം സഹോദരാ. എന്തെങ്കിലും രഹസ്യമായിട്ടൊരു ഇബാദത്ത് അതാരും അറിയണ്ട. ഒരു ദിക്റാകട്ടെ, ഒരു നിസ്കാരമാകട്ടെ, ഒരു ഖുർആൻ സൂറത്താകട്ടെ, അല്ലെങ്കിൽ ഒരു സദഖയാകട്ടെ, രഹസ്യമായിട്ടൊരു നന്മ, രഹസ്യമായിട്ടൊരു നന്മ അതാരെങ്കിലും കണ്ടുപിടിക്കുന്നതല്ലാതെ നീ പറയരുത്. ഒരാളോട് പോലും നീ പറയരുത്. രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെയോ? ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന, നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരാ. അതാരും അറിയില്ലടോ, അതാരും അറിയില്ലടോ. പടച്ചവനെ, ഏതാണ് ആ നന്മ എന്നറിയുമോ? പാതിരാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ അതാ നിന്റെ നാട്ടുകാര് മുഴുവനും കിടന്നുറങ്ങുകയാണ്, നിന്റെ മക്കൾ ഉറങ്ങുകയാണ്, നിന്റെ ഭാര്യ ഉറങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങുമ്പോ ആ പാതിരാത്രി 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റിട്ട് നിനക്കൊരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമോ വാപ്പാ? ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? ആരും അറിയില്ലടാ മോനെ. 5 വഖത്ത് പള്ളിയിൽ പോയി ഫർള് നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിയും. എന്നാ
രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണോ? രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണോ? എല്ലാവർക്കും പറ്റൂല, എല്ലാവർക്കും പറ്റൂല. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാരെ, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂ. ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അതിന്റെ അടയാളമാണ് തഹജ്ജുദ് നിസ്കാരം, രാത്രിയിൽ എഴുന്നേറ്റിട്ടുള്ള നിസ്കാരം. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി. പടച്ചവനെ, നിങ്ങൾക്കറിയുമോ തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രതിഫലം എന്താ? ആ രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം എന്താ? എന്റെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹയാണ് പറഞ്ഞത്. ആ തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രതിഫലം കണ്ടാ നിന്റെ കണ്ണുകൊണ്ട് പോലും നിന്റെ കണ്ണ് തള്ളിപ്പോകുന്ന പ്രതിഫലമാ. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി വയദഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം, ആ പ്രതിഫലം കാണുമ്പോ നിന്റെ കണ്ണ് തെള്ളുകയാണ്. ഒരിക്കലും നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത പ്രതിഫലമാണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നീ നിസ്കരിക്കുന്നത് പറയാതെ നിന്റെ ഭാര്യ അറിയൂല, നിന്റെ ഭർത്താവ് അറിയില്ല, നിങ്ങളുടെ മാതാപിതാക്കൾ അറിയില്ല. അത് പടച്ചവനെ പരസ്യമായി ചെയ്യുന്ന ഒരു അമലല്ല, നിന്റെ വീടിനകത്തിരുന്ന് ചെയ്യുന്ന ഒരു അമല. അത് ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഒന്ന്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ അടയാളമാണ് രാത്രിയിലെ നിസ്കാരം. 2, ആ സമയത്ത് ദുആയിക്ക് ഇജാബത്തുണ്ട്. ഉസ്താദേ, പ്രയാസമാ, ദുഃഖമാ, ദുരിതമാ, വീടില്ല, കച്ചവടമില്ല, രോഗമാണ്, പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, ദുആ സ്വീകരിക്കണോ? ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പടച്ച റബ്ബ് ചോദിക്കുകയാ. ആരാ ചോദിക്കുന്നത്? ചോദിക്കുന്നവന് ഞാൻ തരാമെന്ന് പറഞ്ഞ് ഒന്നാം ആകാശത്തിലേക്ക് പടച്ച റബ്ബ് വന്നിരിക്കുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ ദുആയിക്ക് ഇജാബത്തുള്ള സമയമാണ്. 3, സഹോദരാ, അതിന്റെ പ്രതിഫലം എന്താണെന്ന് എനിക്കറിയില്ല. അതിന്റെ പ്രതിഫലം എന്താണ്? അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോഴേ അറിയൂ. അല്ലാഹ് തന്നെ പറഞ്ഞത്, അതിന്റെ പ്രതിഫലം കാണുമ്പോ നിന്റെ കണ്ണ് തള്ളുമെന്നാണ്. 3, അതാ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകളത്തിലൂതുമ്പോ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. പട്ടികയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മുഖതുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, പടച്ചവനെ മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ മുഴുവനും പേടിച്ച് വിറച്ചുകൊണ്ട് തലതാട്ടി പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. സ്വഹാബാ, 2 വിഭാഗം ജനങ്ങളുടെ തല ഉയർന്നു നിൽക്കും. സ്വഹാബാ, 2 വിഭാഗം ആൾക്കാരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. അവര് തല ഉയർത്തിയാണ് കടന്നു വരുന്നത്. എല്ലാവരും തല താഴ്ത്തി നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. അന്ന് തല ഉയർത്തി പിടിച്ചു വരുന്ന 2 വിഭാഗമുണ്ട്. ആരാ നബിയേ? നബി
തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വാപ്പാ രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചത് ആരും അറിഞ്ഞിട്ടില്ല, നിന്റെ മക്കൾ അറിഞ്ഞില്ല, നിന്റെ ഭാര്യ അറിഞ്ഞില്ല, നിന്റെ കുടുംബക്കാരറിഞ്ഞില്ല, നിന്റെ കൂട്ടുകാരറിഞ്ഞില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്ന കാര്യം അല്ലാഹനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് മോനെ, അതിന്റെ പ്രതിഫലം ആഖിറത്തിലാ, അതിന്റെ പ്രതിഫലം ആഖിറത്തിലാ. നാളെ പരലോകത്തേക്ക് വരുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.